പെട്ടെന്ന് ഉണ്ടാക്കാനും പെട്ടെന്ന് കഴിക്കാനും പറ്റുന്ന നല്ലൊരു അടിപൊളി ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഇത് ഞാൻ 3 സ്ലൈസിൽ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ബ്രെഡിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ നടുഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ നിരത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എക്സ്ട്രാ 1 സ്ലൈസ് ബ്രെഡും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എൻ്റെ പാത്രം കുറച്ചും കൂടെ ഒന്ന് വലുതായതുകൊണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള മിൽക്കിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു മിക്സിയിലേക്ക് 1 കപ്പോളം ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 3 ഡ്രോപ്പ് ബദാം മിക്സിൻ്റെ എസൻസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബ്രെഡിന് മുകളിൽ കുറച്ച് നട്ട്സ് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും ബ്രെഡ് ഇതുപോലെ ഈ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള മിക്സും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത് നല്ല കിഡ്ലൻ ടേസ്റ്റിലെ ബ്രെഡ് പുഡിംഗ്